ഇരുട്ടാണല്ലോ. അയ്യോ ദൈവം വരുന്നുണ്ടെടി. അയ്യോ അവൻ വരുന്നുണ്ടെടി. അയ്യോ അവള് പെരുണ്ടടി. അയ്യോ എല്ലാം കൈവിട്ടു. എന്തിനാ നമ്മളെ എന്തിനാ നോക്കുന്നേ? അയ്യോ എടി മോശം. എന്താ പറഞ്ഞ പെട്ടെന്ന് സുഖാവെന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ ടെൻഷൻ ആവുന്ന? രാജ എങ്ങനെ ഉണ്ടാ? സമാധാനമായിട്ടിരിക്കും, ഞാൻ വരാം. എന്താടാ മരുന്നൊക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടോ? വെരി ഗുഡ്. വേഗം വാടി. എന്താ പറയാൻ പറഞ്ഞ എന്നെ പോലെ നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്താ കാര്യം ഒന്ന് പറ. നീ ആദ്യം സന്തോഷം വരുമോ ഇല്ലെന്ന് പിന്നെ തീരുമാനിക്കാം. എനിക്കൊരു സത്യം മനസ്സിലായി അഞ്ജലി, ഒരു സത്യം മനസ്സിലായി. എന്താന്നൊന്ന് പറ. വെറുതെ ഡയലോഗ് പറഞ്ഞ എന്നെ കുഴപ്പിക്കല്ലേ. അജയ് എന്താ? അജയ് കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ടെന്നാണോ? ഫൂൾ. അജയുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലായ അവൻ ഈസി ആയിട്ട് വീഴ്ത്താന്ന് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളേ. ഞാനത് കണ്ടുപിടിച്ചു. എന്താ അജയുടെ വീക്ക്നെസ് നീ കണ്ടുപിടിച്ചെന്നോ? എന്താന്ന് പറ. ആദ്യം ഞാൻ പറയുന്നതിന് നീ മറുപടി പറയണം. പണക്കാരൻ പയ്യന്മാരൊക്കെ ബർത്ത്ഡേ എവിടെ ആഘോഷിക്കും? വീട്ടില്. ഓക്കെ. 5 സ്റ്റാർ ഹോട്ടലില്. നെക്സ്റ്റ് ക്ലബില്. നെക്സ്റ്റ് വലിയ പാർട്ടി ഒക്കെ കൊടുക്കും. ഇതൊക്കെ എന്തിനാ ഇപ്പൊ നീ ചോദിക്കുന്നത്? അയ്യോ എന്താന്ന് വെച്ചാലേ അജയ് അവന്റെ ബർത്ത്ഡേ ഹോസ്പിറ്റലിൽ ആഘോഷിക്കുക, പേഷ്യൻസിന്റെ കൂടെ. വാട്ട്? ഇന്നലെ അമ്മാവന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയിരുന്നില്ലേ, അവിടെ വെച്ച് അജയ് കണ്ടു. പേഷ്യൻസിനോടൊക്കെ നന്നായിട്ട് അവൻ സംസാരിച്ച്. ഇടയ്ക്കിടയ്ക്ക് അവനോട് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്തിനാ ഹോസ്പിറ്റൽ പേഷ്യൻസ്? എന്താണെന്ന് വെച്ചാ അസുഖമുള്ളവരാ അജയുടെ ഒരേ ഒരു വീക്ക്നെസ്. അവർക്ക് വേണ്ടി അജയ് എന്ത് വേണമെങ്കിലും ചെയ്യും. പൈസ കൊടുക്കുന്നതാണെങ്കിലും ശരി, അവരെ സമാധാനിപ്പിക്കാനാണെങ്കിലും ശരി. അജയ്ക്ക് അതിനൊന്നും ഒരു മടിയും ഇല്ലടി. സോ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിനക്ക് തീർച്ചയായിട്ടും അവനെ വീഴ്ത്താൻ പറ്റും. ഒരു 5 മിനിറ്റ്സ് അവന്റെ കൂടെ സംസാരിച്ചാൽ പോലും നിനക്ക് ഈ ബെറ്റിൽ ജയിക്കാൻ പറ്റും. 5 മിനിറ്റ്സ് നോട്ട് ബാഡാ. ഇപ്പൊ എന്താ ചെയ്യാ? ചെറിയച്ഛനെ പേഷ്യന്റ് ആക്കിയാലോ? ചെറിയച്ഛനായ അത്രയ്ക്ക് സിമ്പതി കിട്ടോ? ആരെങ്കിലും വളരെ വേണ്ടപ്പെട്ടവരായിരിക്കണം. ആരാ? അയ്യോ പറ്റുന്നില്ലല്ലോ. അയ്യോ 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 വേദന എടുക്കുന്നേ. തലവേദന എടുക്കുന്നേ. കാല് കാണിച്ചിട്ട് തലവേദന എന്ന് പറയുന്നത് എന്താ? അത് മാറി മാറി വേദനിക്കുന്നു. അയ്യോ എന്റെ വേദനയെ പറ്റി പോലും ഞാൻ ആലോചിക്കുന്നില്ല. എന്റെ മോള് അഞ്ജലിയില്ലേ, അവളെ പറ്റി ഓർത്ത് എന്റെ വിഷമം. 2 days 2 ദിവസമായി അവളൊന്നും കഴിച്ചിട്ടില്ല മോനെ. എന്റെ അടുത്തിരുന്ന് കരഞ്ഞോണ്ടേയിരിക്കുക. അതെ മോനെ, പ്രോമിസ്, സത്യമായിട്ടും. അവളെ വെളിയിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാം മോനെ. ദയവ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോ. ജസ്റ്റ് 5 മിനിറ്റ്സ്. 5 മിനിറ്റ് കൂട്ടിക്കൊണ്ടുപോ. പോ മോനെ, കൂട്ടിട്ട് പോടാ. വിഷമിക്കണ്ട, മോളുടെ ഫുഡിന്റെ കാര്യമല്ലേ, ഞാനിപ്പോ ശരിയാക്കാം. ഒരുപാട് നന്ദി മോനെ. നേഴ്സ്, ഇവരെ കൂട്ടിക്കൊണ്ടുപോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. പെട്ടെന്ന് അവിടെ വേഗം പോ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരി മോളെ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എന്റെ സ്വപ്നത്തിൽ പോലും എന്റെ ആഗ്രഹം നടക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നെ എങ്ങനെ നടക്കും? ആദ്യമേ എനിക്ക് എന്താ ഇത് തോന്നാഞ്ഞ്? എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? നല്ല മഴ വരുന്നുണ്ട്. ആ ചെല്ലൊക്കെ മാഡം ഇന്ന് സാറ് വരാൻ ലേറ്റ് ആവും. അറിഞ്ഞൂടല്ലോ, ഞാനൊന്ന് ഫോൺ ചെയ്യുന്നു. സമയം എത്രയെന്നറിയാവോ? ഇടിയും മിന്നലും ഒക്കെ. എന്ത് ചെയ്യാ അവിടെ? ദേഷ്യപ്പെടല്ലേ, ഒരു എമർജൻസി ഓപ്പറേഷൻ ചെയ്യാനുണ്ടായിരുന്നു. അജയ് ഇതുവരെ വീട്ടിൽ വന്നില്ല. എങ്ങോട്ടാ പോയെന്നും അറിയില്ല.
പറയാൻ മറന്നുപോയി. അവൻ ഫ്രണ്ട്സിന്റെ കൂടെ തിരുവനന്തപുരത്തോട്ട് പോയതാ. അച്ഛനും കണക്കാ മോനും കണക്കാ, രണ്ടുപേരും സംസാരിച്ച് പ്ലാൻ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നോട് പറയുകയുമില്ല. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യാനാ? മഴയാണെങ്കിൽ ഡ്രൈവ് ചെയ്യണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഞാൻ ഉടനെ എത്തിക്കോളാം. ആ വേഗം ചെയ്തു തീർക്കാൻ നോക്ക്. മാഡം ഭക്ഷണം റെഡിയാക്കി. ഭക്ഷണമൊന്നും എനിക്കിപ്പോ വേണ്ട. ഒരാൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് അവിടെ തന്നെ അങ്ങ് ഇരിക്കുക. മോൻ എവിടെയെന്ന് ചോദിച്ചാൽ അവൻ തിരുവനന്തപുരത്ത് പോയിരിക്കുക. ആ ഒരു കാര്യം ചെയ്യും, എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ എടുത്തു വെച്ചോ. ഞാൻ അവിടെ പോയി കഴിച്ചു. ശരി മാഡം. ഞാനും ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായി വർക്ക് ചെയ്യാം. വരൂ മാഡം, എവറിത്തിങ് ഈസ് ഓക്കെ, ഡോണ്ട് വറി. അതല്ല, ഡോക്ടർ ഒന്നും കഴിച്ചിട്ടില്ല. ഡോക്ടറെ വിളിച്ചിട്ട് വരട്ടെ? വേണ്ട വേണ്ട, അവരുടെ റൂമിൽ വെയിറ്റ് ചെയ്യാം. വരൂ. താങ്ക് യു. മാഡം ഇതെവിടെ വെക്കണ്ടേ? അവിടെ വെക്കാം. എന്തൊരു ഇടിയല്ലേ. ഇതുപോലുള്ള കാലാവസ്ഥയിൽ ചൂടായിട്ട് ഒരു കോഫി കുടിച്ചാൽ വേണ്ട നല്ലതാണ്. വേണ്ട വേണ്ട. ഞാനുണ്ടാക്കിയ കോഫി മാഡത്തിന് ഇഷ്ടപ്പെടും. ഓക്കെ, എന്നെ ഉറക്കാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലായി. നിങ്ങളുടെ മോൻ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. കൊള്ളാലോ മാഡം, എന്റെ മോനെ പറ്റി ഓർത്തല്ലോ. എങ്ങനെ മറക്കും? അവന് ചെറിയ പനി വന്നതിന് കരഞ്ഞ് ലോകം മുഴുവൻ അറിയിച്ചില്ലേ? ഇപ്പൊ അതുപോലൊന്നുമല്ല, നല്ല ധൈര്യമുണ്ട്. അതിന് കാരണം മാഡത്തിന്റെ അടുത്തുനിന്നാ പഠിച്ചത്. എന്നാലും മാഡത്തിനും ഡോക്ടറിനും ഉള്ള ധൈര്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്ത് പറയാനാ, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ധൈര്യം വേണമല്ലോ. അവരെ കണ്ടിട്ടാണ് ഞാൻ ധൈര്യം എന്താണെന്ന് പഠിച്ചത്. താങ്ക് യു. എന്തൊക്കെയാണെങ്കിലും സ്വന്തം മോന് വരുമ്പോ ഇത്രയും വലിയ അസുഖമായിട്ടും മാഡത്തിന് എങ്ങനെ സഹിക്കാൻ പറ്റാ? എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നേ? നമ്മുടെ അജയ് പറ്റിയ. മാഡത്തിന് ഒരേ ഒരു മകനല്ലേ? അവൻ ഇത്ര സീരിയസ് ആയിട്ടും എമർജൻസി വാർഡിലാണെന്ന് അറിഞ്ഞിട്ടും ഇത്രയും സമാധാനമായിട്ടല്ലേ ഇരിക്കുന്നത്? മാഡത്തിന്റെ ധൈര്യത്തെ സമ്മതിക്കണം. എന്താ പറയുന്നത്? അജയ് അജയ് എമർജൻസി വാർഡിലോ? അവൻ എന്ത് പറ്റി? അജയുടെ അസുഖത്തെ പറ്റി അറിയില്ലേ? ഇല്ല. അവൻ എന്ത് പറ്റി? അവനൊരു കുഴപ്പമില്ല മാഡം, ഒന്നും പറ്റില്ല. പറയൂ എന്നോട്. ധൈര്യമായിട്ടിരിക്കുക. ഇല്ല, പറഞ്ഞേ പറ്റൂ. നിങ്ങൾ പറഞ്ഞേ പറ്റൂ. കേക്ക് മാഡം. ഡോക്ടറെ വിളിക്കൂ. കുഴപ്പമൊന്നും ഡോക്ടറെ ഉണ്ടാവില്ല. വിളിക്ക്. എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ഡോക്ടർ, അജയെ പറ്റി മാഡത്തിന് അറിയില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്താ പറയുന്നത് ഇവര്? ഇവരെന്താ പറയുന്നത്? അയ്യോ ഡോക്ടർ, അജയ് എമർജൻസി വാർഡിലാണെന്നോ? തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോ അവന് ആക്സിഡന്റ് ആയി. അങ്ങനെയല്ല അവൻ എമർജൻസി വാർഡിലായത്. രാജി പ്ലീസ് അജയ്ക്ക് ആക്സിഡന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. അജയ്ക്ക് ആക്സിഡന്റ് അല്ല സംഭവിച്ചത്. എന്താന്ന് അജയൻ എന്തായിരുന്നു പറയുന്നത്? നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? രാജി നോ. അജയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയത്? എന്റെ അജയൻ എന്ത് പറ്റി? പറയൂ എന്നോട്. എന്നെ ചതിക്കല്ലേ? എന്നോട് ഒന്ന് ഞാനാരെയും ചതിച്ചിട്ടില്ല. ഞാനാരെയും ചതിച്ചിട്ടില്ലെന്ന്. ആ ദൈവമാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് ചതിച്ചത്. അജയ്ക്ക് ബ്രെയിൻ ട്യൂമറാണ്. അവൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവൂ.
ശരിയല്ല. ഇറ്റ്സ് നോട്ട് ഫെയർ.